ഷെറീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞാൻ ഒരു അടിപൊളി ഐറ്റം വന്നല്ലോ കേട്ടാ. അപ്പൊ നമ്മളെ പറമ്പിൽ തന്നെ കുറച്ച് കൊള്ളി ഉണ്ടായിരുന്നു. കൊള്ളി പറഞ്ഞ കപ്പ അറിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പൊ അതും കുറച്ച് ചിക്കന്റെ പീസിന് എടുത്ത് വെച്ചിരുന്നു. അതും കൂടിയിട്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ടായ കൊള്ളി കേട്ടാ. അതിൻ്റെ ഒരു കഷ്ണം ഇവിടെ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ആക്കാൻ പോണത് കേട്ടാ. അപ്പോൾ നമുക്ക് ഈ കൊള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള എടുത്താൽ മതി, ബാക്കി അവിടെ മാറ്റി വെക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ പീസ് ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ വാങ്ങിച്ചപ്പോൾ അതിലിങ്ങനെ എല്ലും അങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, ലിവർ അങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ, കഴുത്ത് അതൊക്കെ എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിട്ടിട്ടാണ് നമ്മൾ കൊള്ളി ഉണ്ടാക്കാൻ പോണത് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ കൊള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി കൊള്ളിയാണ് കേട്ടോ, പെട്ടെന്ന് വേവണ കൊള്ളിയാണ്. അതുപോലെ കട്ട് ചെയ്താൽ പിന്നെ ഇതുകൊണ്ട് ഉടഞ്ഞ് വരുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ എല്ലാവരോടും പറയണേ, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തട്ടെ. എന്നാൽ ഞാൻ അടുത്ത പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ എല്ലാ കൊള്ളിയും ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മളെ കൊള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് വേവിക്കാൻ വെക്കണം. അപ്പോൾ ഇത്രയും ഐറ്റംസ് കട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് സബോള കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. 2 സബോളയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് നല്ലോണം കട്ട് ചെയ്തിട്ട് എടുക്കാം. കൊള്ളിയും ചിക്കനും അടിപൊളി കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിക്കോളൂ കേട്ടോ. എല്ലാവർക്കും നല്ലോണം ഇഷ്ടമാവും. നല്ല കട്ടൻ ചായ ഉണ്ടെങ്കിൽ അടിപൊളിയായി. ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടത്. തക്കാളി കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് കട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇത് നമ്മളെ തക്കാളി ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. പിന്നെ നമ്മളെ സബോള ഇട്ട് കൊടുക്കാൻ പോവാണ്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇത് ആവശ്യത്തിന് മുളകും പൊടി ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഒരു 2 സ്പൂൺ മുളകും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതാ ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. പിന്നെ അതേ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്വല്പം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കറണ്ട് പോയിക്കാണ്, അതുകൊണ്ട് ക്ലിയർ കുറച്ച് കുറവുണ്ടാവേ. ഇനി ഇതേ കഴുകി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മല്ലിയെല്ലാം കൂടി ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ. അത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല, കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. ഈ കൈ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ വഴറ്റിയിട്ടൊന്നുമല്ലല്ലോ ആക്കണേ, ഇതുപോലെ അല്ലേ. അപ്പോൾ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണേ. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടില്ല കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കാണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. 2 ഫിസിലടിപ്പിക്കണേ. നമ്മളെ കൊള്ളിയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെന്തിക്കണം നോക്കണം. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ വിട്ടുപോയിരുന്നു, അപ്പോൾ അത് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇനി നമുക്ക് നമ്മളെ കൊള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ കൊള്ളിയൊക്കെ നല്ല വേവിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇട്ട് കൊടുക്കാൻ പോവാം. അപ്പോൾ നമ്മളെ കൊള്ളി ഇട്ട് കൊടുത്തു. ഇനി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ, ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പെട്ടെന്ന് മിക്സായി കിട്ടും. നമ്മളെ കൊള്ളി നല്ല
വെന്ത കൊള്ളിയല്ലേ, അപ്പോൾ മിക്സ് ചെയ്യാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. നല്ല വേവണ കൊള്ളി നോക്കിയിട്ട്, നല്ല പൊടിയുള്ള കൊള്ളി നോക്കിയിട്ട് മേടിക്കണേ, എന്നാലേ അങ്ങനെ നല്ല ടേസ്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒന്ന് സ്ലിമ്മിലിട്ടിട്ട് 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് സെറ്റ് ആവാതിരുന്നോട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ കൊള്ളി ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഒക്കെ സെറ്റായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാച്ച ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ.